ഇന്നലെ രാവിലെ ഒരു ചെറുപ്പക്കാരൻ വന്നു. അച്ഛാ, എനിക്കൊരു കുഞ്ഞുണ്ടായി. തലവിടാൻ ആൾക്കാർ വിദേശത്താണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വരത്തുള്ളൂ. അപ്പോൾ മാമോദീസ വൈകും. അപ്പോൾ ഈ ക്രിസ്മസിന് അമ്മേനെയും കുഞ്ഞിനും ഒന്ന് പള്ളിയിൽ കയറ്റണം. അപ്പോൾ ആ ചടങ്ങൊന്നും നടത്തി തരണം. എന്ത് ചടങ്ങ്? അല്ല, ഈ അമ്മനെയും കുഞ്ഞിനും പള്ളിയിൽ കയറ്റണ്ടേ? ആ, കയറ്റിക്കോ. അപ്പോൾ കുഞ്ഞിന് ചടങ്ങ് നടത്തണ്ടേ? എന്തിനാണ്? പ്രസവം കഴിഞ്ഞല്ലേ അച്ഛാ, അപ്പോൾ ശുദ്ധീകരിക്കണ്ടേ? താൻ പള്ളി കയറിയ? ആ, ഞാനല്ല, ഞായറാഴ്ച പള്ളി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ശുദ്ധീകരിച്ച? ഇല്ല. അപ്പോൾ തനിക്ക് വേണ്ടാത്ത ശുദ്ധീകരണത്തിന് തൻ്റെ ഭാര്യയെ കൊടുക്കുന്നത്? ഈ കുഞ്ഞിൻ്റെ ജന്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്നെയല്ലേ. അപ്പോൾ തന്നെയല്ല ആദ്യം ശുദ്ധീകരിക്കണ്ടേ? ഞാൻ അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിനൊരു ക്ലാസ് എടുത്തു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? ആ, അച്ഛൻ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായച്ചാ. പക്ഷേ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും മനസ്സിലാവില്ല. അവരോട് എന്ത് പറയും? ഇത് ഗോസ്പലിൽ സെയിം പ്രശ്നമാണ്. നാട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്ന് ഓൾറെഡി ഒരു പേരൊക്കെ ആലോചിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, പ്ലാനിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അമ്മയോട് ചോദിക്കണ്, കൊച്ചിനെന്ത് പേര് കൊടുക്കണം? അമ്മ പറഞ്ഞു ജോൺ. നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ പേരില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർ നേരെ അപ്പൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ അപ്പനെ എടുത്തി കാണിച്ചു ജോൺ. അവർ ഞെട്ടിപ്പോയി, ഒരു അത്ഭുതപ്പെട്ടു എന്ന് പറയാം. കാരണം രണ്ടുപേരും ഒരേപോലെ ഒരു പേര് പറയാണ്. ഈ രണ്ടുപേരും എലിസബത്തും സക്കറിയാസും ഓൾഡ് ആൾക്കാരാണ്. പക്ഷെ ഓൾഡ് പാറ്റേൺസ് അവർ ബ്രേക്ക് ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരും സ്വപ്നങ്ങളും നൽകേണ്ടത് നാട്ടുകാരും വീട്ടുകാരും ഒന്നും അല്ലെന്നേ, അത് പാരൻസ് തന്നെയാണ്.